നമസ്കാരം. ട്രംപിന്റെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അമേരിക്കയുടെ തലവന് അറിയില്ല. മോദി കാൽ പിടിക്കാൻ വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ട്രംപ് ഒന്നല്ല 4 പ്രാവശ്യം മോദിയെ വിളിച്ചിട്ടും മോദി ഫോൺ എടുത്ത് സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നതും മാത്രമല്ല, അമേരിക്കയുടെ മുന്നിൽ നമ്മുടെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയമാണ് ഭാരതം എടുത്തിട്ടുള്ളത്. നിലവിൽ ഇതിനെതിരെ പ്ലാൻ ബി ആണ് ഇന്ത്യ ഇപ്പോൾ പയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ മോദിയുടെ മാരകമായ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ 40 രാജ്യങ്ങളിലേക്ക് വസ്ത്രവ്യാപാര കയറ്റുമതി കുത്തനെ ഉയർത്തി ഒരു വലിയ തിരിച്ചടി തന്നെ നൽകാൻ തുടങ്ങുകയാണ്. കയറ്റുമതിക്ക് വൻ ആനുകൂല്യം പ്രഖ്യാപിക്കും. അമേരിക്കയിൽ കുറയുന്ന കച്ചവടത്തിന്റെ 10 മടങ്ങ് തിരിച്ചുപിടിക്കാനാണ് ഇതിലൂടെ ഭാരതം ലക്ഷ്യമിടുന്നത്. ആദ്യ പ്രതിരോധ നടപടിയായി UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടെ 40 രാജ്യങ്ങളുമായി പുതിയ ടെക്സ്റ്റൈൽ വ്യാപാര സഖ്യത്തിനാണ് ഇന്ത്യ കളമൊരുക്കുന്നത്. UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവ ഉൾപ്പെടെ 40 പ്രധാന വിപണികളിൽ തുണി കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിനായി സമർപ്പിത ആശയവിനിമയ പരിപാടികൾ ഇന്ത്യ പ്രഖ്യാപിച്ചതായി ഇന്ത്യയെ ഉദ്ധരിച്ച് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയാണ്. ലക്ഷ്യമിടുന്ന മുന്നേറ്റം ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, നെതർലാൻഡ്, പോളണ്ട്, കാനഡ, മെക്സിക്കോ, റഷ്യ, ബെൽജിയം, തുർക്കി, UAE, ഓസ്ട്രേലിയ എന്നിവയും ഉൾക്കൊള്ളും. നിലവിൽ ഇന്ത്യ 220-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത 40 വിപണികളിലാണ് വൈവിധ്യവത്കരണത്തിന്റെ യഥാർത്ഥ താക്കോൽ വഹിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രതിവർഷം $550 ബില്യൺ മൂല്യമുള്ള തുണിത്തരങ്ങളും വസ്ത്രങ്ങളും ഇറക്കുമതി ചെയ്യുന്നു. ഇത് ഇന്ത്യക്ക് വിപണി വിഹിതം വർദ്ധിപ്പിക്കുന്നതിന് വലിയ അവസരങ്ങൾ നൽകുകയാണ്. നിലവിൽ ഇത് ഏകദേശം 5 മുതൽ 6% മാത്രമാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് പരമ്പരാഗത വിപണികളിലും വളർന്നു വരുന്ന വിപണികളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ 40 രാജ്യങ്ങളിലും ഒരു വമ്പൻ നീക്കമാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അതായത് ട്രംപിന്റെ മുന്നിൽ തീരുവ വിഷയത്തിൽ മുട്ടുമടക്കാനോ അല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ അമേരിക്കയിലേക്ക് അയക്കാനോ ഒന്നും ഭാരതം ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. മൗനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു കനത്ത തിരിച്ചടി, അതാണ് ഭാരതത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.